യു ഡി എഫ് സതീശ നീ പൊന്നപ്പനല്ല തങ്കപ്പൻ അതെ എന്ന് പറയുന്നത് ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. പി ഡി സതീശൻ ഓടിച്ചിരിക്കുന്നുണ്ടാവും. ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇത് മാരണമാകും, വേതാളമാകും, വേതാളത്തെ വിക്രമാദിത്യൻ തോളത്ത് വെച്ചതുപോലെ ആകും കാര്യങ്ങൾ. പിണറായി വിജയനും ഊറിച്ചിരിക്കുന്നുണ്ടാവാം. കാരണം തനിക്കെതിരെ പറഞ്ഞത് ഇപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കുന്ന എൽ ഡി എഫ് തന്നെയാണ്. അൻവർ എൽ ഡി എഫിനെതിരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇത്രയധികം വിടുവായിലേക്ക് നീങ്ങുമ്പോൾ എൽ ഡി എഫിനെതിരെ പറഞ്ഞ കാര്യങ്ങൾക്ക് ഉള്ള ഗൗരവം നഷ്ടപ്പെടുകയാണ് അല്ലേ? പിന്നെ പോലീസ് ഓഫീസേഴ്സിനെതിരെ പറയുന്നു, മുഖ്യമന്ത്രിക്കെതിരെ പറയുന്നു, മുഖ്യമന്ത്രിയുടെ മരുമകനെതിരെ പറയുന്നു എന്ന് വേണ്ട കാടടച്ച് വെടിവെക്കുകയാണ്. ഇപ്പോൾ യു ഡി എഫിന് നേരത്തെ പിടിച്ച് വെടിവെക്കുകയാണ്. ഇങ്ങനെ എല്ലാവരോടും യുദ്ധം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു നേതാവിന് എത്ര കാലം മുന്നോട്ട് പോകാനാവും? എന്തായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി എന്നാണ് കരുതുന്നത്? അത് ഇനിയിപ്പം ഈ സത്യം പറഞ്ഞാൽ സി എ വൈസ് മാൻ, എ വൈസ് റാബിറ്റ് തിങ്സ് 10 times ബിഫോർ എൻറ്ററിങ് എ ബറോ. ഒരു മാളത്തിലേക്ക് ബുദ്ധിമാനായ ഒരു മുയൽ കയറുന്നതിന് മുൻപ് 100 വട്ടം ആലോചിക്കും. ഇറ്റ് ഫൈൻഡ്സ് ആൻ എക്സിറ്റ് റൂട്ട് ബിഫോർ ഇറ്റ് കമ്മിറ്റ്സ് ഇറ്റ് സെൽഫ് അല്ലേ? ഒരു എക്സിറ്റ് റൂട്ട്, ഒരു മാളത്തിലേക്ക് കയറി എവിടെ വരെ പോകും? ഇത് മാളത്തിലേക്ക് കയറി 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 വെട്ടി 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 പോവുകയാണ്. അറ്റത്തൊരു അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ സ്വല്പം വെളിച്ചം കാണും എന്ന പ്രതീക്ഷ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. എൽ ഡി എഫിൽ തിരിച്ചെത്താനാവില്ല. ഇല്ലത്ത് നിന്ന് തിരിച്ചു. അമ്മാത്ത ഒട്ട് എത്തിയിട്ടുമില്ല, കയറ്റിയിട്ടുമില്ല. ഇനി എത്തിക്കഴിഞ്ഞാലും കയറ്റാൻ ഉദ്ദേശിക്കുന്നുമില്ല എന്ന രീതിയിലാണ്. ഇനിയിപ്പം ഇക്ഷ ഇണ്ണ റ ഒക്കെ വരച്ചതിന് ശേഷം മാത്രമേ ഏത് മുന്നണിയിലും അൻവറിനെ എടുക്കൂ. കാരണം കൺസിസ്റ്റൻസി ഇല്ലല്ലോ. നാളെ എന്താണ് യു ഡി എഫ് ഇപ്പം സമാധാനമായി പോകുന്ന ഒരു കപ്പലാണ്. ആ കപ്പലിലൊരു മരംകൊത്തിയെ, പഴയ മരംകൊത്തിയുടെയും വള്ളക്കാരൻ്റെ കഥയുണ്ടല്ലോ. ഒരു മരംകൊത്തിയെ എടുത്തു വളർത്തിയ വള്ളക്കാരൻ്റെ ഗതിയാകുമോ യു ഡി എഫിന്? തരം കിട്ടുമ്പോൾ വള്ളം തുറന്നു കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന വള്ളം മുങ്ങാൻ അത് മതി.